ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്കിപ്പോൾ ആരംഭിക്കാം. സാഖ്യം കഴിഞ്ഞ് കർമ്മത്തിലേക്ക് എത്തുമ്പോൾ ഒരു തരത്തില് ഭഗവത്ഗീത അവിടെ നിന്ന് ആരംഭിക്കുക എന്ന് പറയും. കാരണം സാഖ്യയോഗത്തിൽ ഒരു തരത്തിൽ സാഖ്യയോഗം ഒരു തരത്തിലല്ല, ശരിയായ തരത്തിലും അർത്ഥത്തിലും ഭഗവത്ഗീതയുടെ എല്ലാ അധ്യായങ്ങളുടെയും സംക്ഷിപ്തമായിരുന്നു എന്ന് പറയാം ആണ്. അപ്പൊ ആ ഒരു അർത്ഥത്തില് നമുക്ക് കർമ്മയോഗം ഭഗവത്ഗീതയുടെ പ്രാരംഭമായിട്ട് വേണമെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ പറയാം. ഓക്കെ. കർമ്മയോഗം തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ ഒരു ചോദ്യം അർജുനന്റെ ചോദ്യത്തോടെയാണ് വ്യാസഭഗവാൻ അത് ആരംഭിക്കുന്നത്. ജായസി ചേത് കർമ്മണസ്തേ മത ബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അല്ലയോ ജനാർദ്ദന, ജ്ഞാനം കർമ്മത്തെക്കാൾ ഏറെ ശ്രേഷ്ഠമെന്ന് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ അങ്ങ് അഭിപ്രായപ്പെട്ടുവല്ലോ. കർമ്മത്തെക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് ജ്ഞാനം. അങ്ങനെയെങ്കിൽ കേശവ, തത് ഘോരേ കർമ്മണി, അത്തരം ആ ഘോരമായ കർമ്മത്തിൽ കിം മാം, എന്നെ എന്തിന് നിയോജയസി, നിയോഗിക്കുന്നു. നല്ല ചോദ്യമല്ലേ. ഇതെല്ലാം കക്ഷി ഉണ്ടാക്കി വെച്ചു. ഒരു രാജ്യം കിട്ടിയില്ല, അവസാനം ഒരു ഗ്രാമം ചോദിച്ചു, അതും കൊടുത്തില്ല. അധർമ്മങ്ങൾ പ്രവർത്തിച്ചു. അർജുനൻ കൃഷ്ണനെയൊക്കെ വിളിച്ചു, തീരുമാനിച്ചു, ധർമ്മത്തിന് വേണ്ടി സമരം ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് യുദ്ധമുഖത്ത് വന്നിട്ട് അർജുനൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും? ആ ഘോരമായ കർമ്മം ഞാൻ ചെയ്യണോ? അങ്ങല്ലേ പറഞ്ഞത് ജ്ഞാനമാർഗമല്ലേ നല്ലത്. ഈ ആധുനിക സൈക്കോളജിയില് ഫ്ലീ എന്നൊരു വാക്കുണ്ട്. ഫ്ലീ എന്ന് പറഞ്ഞാല് ഒരു ചലഞ്ച്, ജീവിതത്തിൽ വരുന്ന കർമ്മങ്ങൾ. അർജുനൻ വിശേഷിപ്പിച്ചത് ഘോരകർമ്മങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാക്കുന്ന ക്ലേശകരമായ ബുദ്ധിമുട്ടേറിയ കർമ്മങ്ങൾ, നമുക്ക് ചലഞ്ചസ് എന്ന് പറയാം. അപ്പോ മനസ്സ് ക്ഷീണിതരായവർ, വീക്കായവര് ചെയ്യുന്ന ഒരു രണ്ട് വാക്കുകളാണ് ഈ ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. ഒന്ന് ഫ്ലീ എന്ന് പറയും, അതിന് ഒളിച്ചോടുക. നമുക്ക് കാണാം അല്ലെ, ഒരുപാട് പേര് ഒളിച്ചോടുന്നവരുണ്ട്. ഏറ്റവും വലിയ ഒളിച്ചോട്ടം ആത്മഹത്യയിലേക്കാണ് ഒളിച്ചോടുക അല്ലേ. ഭയം ഉണ്ടാവും. ഭയം കൊണ്ട് തൻ്റെ മുന്നിലുള്ള ആ ചലഞ്ചിന്, ആ ഭയം ഉളവാക്കുന്ന കർമ്മത്തെ, പ്രവൃത്തിയെ അതിലേക്ക് നോക്കാനുള്ള ഭയം കൊണ്ട് ഉൾവലിയും. എങ്ങനെ ഉൾവലിയ? മനസ്സുകൊണ്ട് ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ ഭയം മൂലം മനസ്സ് ഉൾവലിയുന്നത് ആണ് ഡിപ്രഷൻ ഉണ്ടാക്കുക. ഡിപ്രഷൻ കുറച്ച് കാലങ്ങൾ, ദിവസങ്ങളൊക്കെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഒരു രോഗാതുരമായ അവസ്ഥ വരും. ന്യൂറോസിസ് എന്ന് പറയും. ന്യൂറോസിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കണം. അപ്പോൾ പല നമ്മുടെ ഗ്ലാൻഡുകളും പല സ്രവങ്ങളെയും ഉൽപാദനമൊക്കെ നിർത്തിയിട്ടുണ്ടാവും. സന്തോഷത്തിന്റെ ഹോർമോണുകളൊക്കെ നിന്നിട്ടുണ്ടാവും. ഓക്സിറ്റോസിൻ പോലെയുള്ള. അപ്പൊ സന്തോഷം ഇല്ലാണ്ടെയോ ജീവിതത്തിൽ നിന്ന് സന്തോഷം ഉൾവലിയുമ്പോൾ അകന്നു പോകും. അപ്പോഴാണ് ഈ ഫ്ലീ വരിക. അല്ലെങ്കിൽ ഫ്ലീ അല്ലെങ്കിൽ ഒളിച്ചോട്ടം വരുമ്പോഴാണ്
അകത്തേക്ക് ഉൾവലിയാനുള്ള പ്രേരണ ഉണ്ടാവും. ധൈര്യം ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. രണ്ടാമത്തത് ഫൈറ്റ് ചെയ്യാം. കണ്ടില്ലേ, മൃഗങ്ങളെ കണ്ടിട്ടില്ലേ? ഒരു പൂച്ചയെ നായ വന്നു കഴിഞ്ഞാൽ നായ അടുത്തെത്തി രക്ഷയില്ല, ഞോടി രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ പൂച്ച തിരിഞ്ഞു നിൽക്കും. പൂച്ച മുരളും, പേടിപ്പിക്കും, ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഇതൊരു ഒരു തരത്തില് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, മനുഷ്യനിലും മൃഗങ്ങളിൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി വരുന്ന ഒരു പ്രക്രിയയാണ്. മനുഷ്യനിൽ അത് അധികം ഗുണം ചെയ്യില്ല. ഒളിച്ചോട്ടവും നല്ലതല്ല, തിരിച്ച് റിയാക്ട് ചെയ്യുന്നതും നല്ലതല്ല. ആ ഒരു പ്രതിസന്ധി ഘട്ടമാണ് നമ്മുടെ അർജുനന് ഈ കർമ്മയോഗം തുടങ്ങുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. യുദ്ധം ചെയ്യാതെ ഈ ഘോരകർമ്മം എന്ന് വിശേഷിച്ച് അദ്ദേഹം പറയാ, കൃഷ്ണ ആണ് ജ്ഞാനത്തെ വൈശിഷ്ട്യമായി പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട് എന്നെ ഈ കർമ്മത്തിലേക്ക് തള്ളി വിടുന്നു അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് എന്താ വേണ്ടേ? ഫ്ലീ ചെയ്യണം, കാട്ടി പോണം, എനിക്കിതൊന്നും വേണ്ട. സന്യാസ ജീവിതം നയിക്കാനുള്ള അർജുനന്റെ ഒരു തീരുമാനം പോലെയാണ് അല്ലേ? അവിടെയാണ് കൃഷ്ണന്റെ ഉപദേശങ്ങള് കർമ്മയോഗത്തിലെ ഒരു വലിയ ചാപ്റ്റർ അല്ല, 40 ചില്ലാൻ ശ്ലോകങ്ങളുള്ള ഒരു അധ്യായമാണത്. അപ്പോ ഈ 2-ാം അധ്യായത്തിൽ പറയുന്ന ഈ ഒരു വൈക്ലഭ്യം, ഈ ഒരു അവസ്ഥ ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടാവുന്നതാണ്, ഉണ്ടായേക്കാവുന്നതാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണ് വ്യാസഭഗവാൻ ഒരു മനുഷ്യന്റെ ബോധശാസ്ത്രത്തെ മുൻപുണ്ടായിട്ടുള്ള, ഇപ്പോഴുള്ള, ഇനിയും വരാനിരിക്കുന്ന മനുഷ്യന്മാര് അവർക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന മാനസികാവസ്ഥയെ വ്യവച്ഛേദിച്ച് വിശ്ലേഷണം ചെയ്ത് ഇതിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുക. അവിടെയാണ് ഗീതയുടെ വൈശിഷ്ട്യം. 2-ാം അധ്യായത്തില് ഉത്കൃഷ്ടമായ ജീവിതത്തെ പ്രായോഗികമാക്കാനുള്ള ചില സൂത്രവാക്യങ്ങളായിട്ടാണ് ഈ ശ്ലോകങ്ങൾ വരുന്നത്. ഉത്കൃഷ്ട ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ആദ്യം കൊണ്ടുവച്ചിരിക്കുക. അതൊന്ന് ഫ്ലീ ആണ്. ഇപ്പോ അർജുനന് സന്യാസം ഭയങ്കര ശ്രേഷ്ഠമായി തോന്നുക. അതെവിടെ വെച്ചാ? തീരുമാനിച്ചെടുത്ത് ഘോരകർമ്മത്തിന് തയ്യാറായി, അതിന് പറ്റിയ ആള് തന്നെയാണ്. അദ്ദേഹം പഠിച്ചത് ആയുധവിദ്യയാണ്, വൈദഗ്ധ്യമുള്ളവനാണ്, സ്വന്തം കർമ്മം അതാണ്, ധർമ്മവും അതാണ്. അവിടെ മൗഢ്യം ബാധിച്ച് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഈ അർജുനനിൽ നിന്നുണ്ടായ ഈ സംശയങ്ങൾ ആർക്കും ഉണ്ടാകാം, ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്, ഇനിയും ഉണ്ടാകാം, ഇനി വരുന്ന ഓരോ തലമുറകൾക്കും ഉണ്ടാകും. അപ്പോൾ ഇത്തരം സംശയങ്ങളെ മാറ്റി ജീവിതത്തെ എങ്ങനെ ശ്രേഷ്ഠമാകും? അപ്പൊ ഇത്തരം കർമ്മങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലെ? അതൊരു കറക്റ്റായിട്ടുള്ള ഫ്ലീ ആയിട്ടാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കർമ്മത്തിൽ നിന്ന് അവിടെ ഒളിച്ചോടാൻ പറ്റും. അത് കൃത്യമായിട്ടൊരു ഒളിച്ചോട്ടം തന്നെയാണ്. അപ്പോൾ ഇത്തരം കർമ്മങ്ങള് ഒഴിവാക്കാൻ ഒക്കില്ല, ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. കർമ്മങ്ങളെ നേരിടണം. ആ നേരിട്ടുകൊണ്ട് പരമപുരുഷാർത്ഥത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ മാർഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് വ്യാസഭഗവാൻ ഇത്തരമൊരു സാഹചര്യം ചോദ്യ ഉത്തര രൂപേണ 3-ാം അധ്യായത്തിലെ കർമ്മയോഗത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ ഒരുപാട് വളരെ വിശിഷ്ടമായിട്ടുള്ള ചില ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണിത്. ആചാര്യസ്വാമികളുടെ അഭിപ്രായത്തില് ശങ്കരാചാര്യര് ഒരു ക്രമം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കർമ്മം, ജ്ഞാനം അത് ക്രമാനുഗതമായി അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത് കർമ്മവും സന്യാസവും വേദങ്ങളിൽ വിധിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ക്രമമായി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് ഞാനിവിടെ പരാമർശിക്കുകയാണ്.
ഇനി കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഈ അധ്യായത്തിൽ പോകുമ്പോൾ ഇവിടെ കൃഷ്ണൻ പറയുന്നുണ്ട്. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോകാം. ഒരു മനുഷ്യനും ഒരു നിമിഷം പോലും കർമ്മമില്ലാതെ കർമ്മം ചെയ്യാതിരിക്കാൻ ഒക്കില്ല. എവിടുന്ന കർമ്മം ചെയ്യണേ? നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് കർമ്മം, ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുന്നത് എവിടുന്ന വരുന്നത്? ചിന്തയിൽ നിന്നാണ്, അല്ലേ? ചിന്തയിൽ നിന്നാണ് ഒരു ആക്ഷൻ ഉണ്ടാവുക. അപ്പോ നിരന്തരമായി മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് ചലനാത്മകമാണ്, അല്ലെ? ഉറക്കത്തിൽ തൈലധാര പോലെ അത് ചിലപ്പോൾ ഉറച്ചു പോകാമെങ്കിലും നിരന്തരമായി ഒരു ഊർജപ്രവാഹമാണ് മനസ്സ്. ആ അർത്ഥത്തില് ഒരു നിമിഷം പോലും കർമ്മരഹിതമായി ആരും ഇരിക്കുന്നില്ല. പിന്നെ ഉണ്ട്, അത് സ്ഥിതപ്രജ്ഞ എന്ന വാക്ക് നമ്മൾ കേട്ടു കഴിഞ്ഞ അധ്യായത്തിൽ. അത് ലിവിങ് ഡെഡ് എന്നൊക്കെ പറയുന്ന വളരെ ഉന്നതമായിട്ടുള്ള, നിരന്തരമായി മനസ്സ് ചലനാത്മകമാണെങ്കിലും ഒരേ ശ്രദ്ധയിൽ ഒരു കാര്യത്തിൽ മാത്രം നിരന്തരമായ ഭക്തിയോടെയുള്ള ബ്രഹ്മബോധത്തിലേക്ക് അല്ലെങ്കിൽ ആത്മബോധത്തിലേക്ക് ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അത് പറയുന്നത്. ഓക്കെ, അത് മരണത്തിന്റെ ലക്ഷണമാണ്. മരണത്തിന്റെ ലക്ഷണം വളരെ ഔന്നിത്യമായ സ്പിരിച്വൽ ലക്ഷണമാണ്, അങ്ങനെയും പറയാം. അപ്പൊ നമ്മൾ ജനനം മുതൽ മരണം വരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഒരാളും അതിൽ നിന്ന് വിമുഖരല്ല, വിട്ടുനിൽക്കാനൊക്കില്ല. അപ്പോൾ ഈ കർമ്മങ്ങളുടെ പ്രശ്നം വരുന്നത്, ഘോരകർമ്മങ്ങൾ എന്ന് അർജുനൻ പറയുന്ന കാര്യം നമുക്ക് വരുന്നത് എങ്ങനെയാ? സഹജമായ അജ്ഞാനം മൂലം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതിന്റെ ഒരു സംക്ഷിപ്തം ഞാൻ ആദ്യം പറയാം. കാരണം കർമ്മം ചെയ്യുമ്പോൾ മനസ്സ്, നേരത്തെ പറഞ്ഞു, അതെപ്പോഴും റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇപ്പൊ സഹജമായ ജ്ഞാനം, അഹങ്കാരത്തിലൂടെ പോകുന്നു ഈ ചിന്തകള് അല്ലെങ്കിൽ കർമ്മങ്ങള്, സഹജമായ ജ്ഞാനം മൂലവും അഹങ്കാരത്താലും ആഗ്രഹങ്ങളാലും. അവിടെ നിന്ന് ആഗ്രഹം വരിക, കർമ്മം ചിന്തയായിട്ട് പുറപ്പെട്ട് കർമ്മത്തിലേക്ക് എത്തുമ്പോൾ കാരകത്വം വരും, അല്ലെ? ഞാനാണ്. കാരകത്വം വന്നു കഴിഞ്ഞാൽ അതില് ആഗ്രഹങ്ങൾ, മമതയുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. ഓരോ ആഗ്രഹ പ്രേരിതമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്. അതിനും പിറകില് പൂർവ്വ വാസനകളുണ്ട്, അല്ലെ? വാസനകളാണ് നമ്മളെ കർമ്മത്തിലേക്ക് നയിക്കുന്നത്. അത് പക്ഷെ ദുഃഖങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ക്ഷണികങ്ങളായിട്ടുള്ള ഈ സുഖങ്ങൾ തേടി വിഷയങ്ങൾക്ക് മമതകൾ വരുന്നു, ഇന്ദ്രിയങ്ങൾക്ക് മമത തോന്നുന്ന ആഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ നിരന്തരമായ കർമ്മങ്ങൾക്ക് ഏർപ്പെട്ട് സ്വത്വബോധം, ആത്മബോധം മറഞ്ഞു പോകും. അവിടെയാണ് പിന്നെ ഞാൻ ആര്, എന്ത്, ഈ കർമ്മം ശരിയാവും എന്നുള്ള അവിദ്യ ആവേശിക്കുന്നത്. അവിടെയാണ് അതാണിപ്പോ നമ്മുടെ അർജുനന് ഉണ്ടായതായിട്ട് ഇതിന്റെ വ്യാഖ്യാനം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ വൈദിക കാലത്ത് കർമ്മത്തെ പറയുമ്പോൾ കർമ്മം, ധർമ്മം, ശ്രമം, ഇത്തരം വാക്കുകൾ കൂടെ വരണം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വൈദിക കാലത്ത് കർമ്മം എന്ന് പറയുന്നത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, യജ്ഞ ആദി കർമ്മങ്ങൾ, വിശിഷ്ട കർമ്മങ്ങൾ, വികർമ്മങ്ങൾ ആണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് നിർദ്ദേശിക്കപ്പെട്ടത്? കാരണം ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സവിശേഷണ, എന്താ പറയുക, അതിന്റെ സങ്കല്പങ്ങളിലൂടെ, മന്ത്രങ്ങളിലൂടെ, സങ്കല്പങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ ഇത് ചെയ്യുമ്പോൾ സ്വത്വശുദ്ധി ഉണ്ടാവും, മനഃശുദ്ധി ഉണ്ടാവും. കുറെ കാലം ചിത്തശുദ്ധി എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ സാത്വിക ബുദ്ധി, സാത്വിക ബോധം, ഗുണത്രയങ്ങളിൽ സാത്വിക ബുദ്ധി ഉണ്ടാവും. അതാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ ദൃഢവും സ്ഫുടവുമായ മനസ്സ്, ചിത്തം, അതാണ് ആത്മാന്വേഷണത്തിന് വേണ്ടത്. ഈ അർജുനന്റെ മനസ്സ് ഇവിടെ ആത്മാന്വേഷണത്തിന് പറ്റിയതല്ല, ഒരാളുടെയും പറ്റിയതല്ല. അപ്പൊ നമുക്ക് കാര്യം ക്ലിയർ ആയി, അല്ലെ? ആത്മാന്വേഷണത്തിന് പറ്റിയ മനസ്സ് സുദൃഢമായിരിക്കണം, ക്യാരക്ടർ ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ്
ആത്മാന്വേഷണവും ചോദിച്ചു വന്ന ശിഷ്യന്മാരെ ഒരു ഗുരുവും നേരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടില്ല. കൃത്യമായ പരീക്ഷണങ്ങളിൽ കൂടെയാണ് അവര് ഉരുകൊടുത്തവര്. എത്രയോ കഥകളുണ്ട്. ഇപ്പൊ മിലറേപ്പ ടിബറ്റൻ ബുദ്ധിസം ഒക്കെ വായിക്കുമ്പോൾ അപ്പോഴാണ് ഒരു ഗുരു ശിഷ്യൻ എത്രമാത്രം പരീക്ഷിക്കുകയാണെന്ന് അറിയണമെങ്കിൽ മിലറേപ്പ വായിക്കണം. മിലറേപ്പ, മാർപ്പ, തോർപ്പ എന്നൊരു ഗുരു പരമ്പരയാണ് ടിബറ്റ്. ഇപ്പൊ നാം പറഞ്ഞു വെച്ചത് എന്താ? ആത്മസാക്ഷാത്കാരത്തിന് സുദൃഢമായ മനസ്സ് വേണം. ആ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് വിശിഷ്യ കർമ്മങ്ങളായിട്ടുള്ള കർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഗ്നിഹോത്രാദി കർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങൾ അവസാനം എന്തായി? പുരോഹിതന്മാരത് എന്താ പറയാ, അതൊരു ആചാരമായി തീർന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നെച്ചൂർ അവരുടെ ഒക്കെ ചില വ്യാഖ്യാനങ്ങളിൽ തോന്നുന്നു ഒരു പൂച്ചയുടെ കഥ പറയാറുണ്ട്. ഒരു ഇങ്ങനെ കർമ്മം, ഒരു പൂജ ശുദ്ധികർമ്മങ്ങൾ ചെയ്യുന്ന ഒരു തന്ത്രി ഒരു വീട്ടിൽ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് പോകാറുണ്ട്. അപ്പൊ ഒരു വീട്ടിൽ പൂജാതി കർമ്മം ചെയ്യാം. ഇപ്പൊ ചാർത്തൊക്കെ എഴുതി കൊടുത്തു, സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോ ചാർത്ത് എഴുതാൻ ആദ്യം പോയി. കർമ്മം വേറൊരു ദിവസമാണ് ഈ പൂജാതി കർമ്മങ്ങളെ. ചാർത്ത് എഴുതാൻ വേണ്ടി പോയി. അപ്പൊ ചാർത്തൊക്കെ എഴുതി, നെയ്യ് ഇത്ര വേണം, അത് വേണം, ഇത് വേണം, ധൂപങ്ങൾ ഇത്ര വേണം, കാര്യങ്ങളൊക്കെ എഴുതി വന്നപ്പോ അവിടെ ഒരു കറുത്ത പൂച്ചയുണ്ട്. ഈ കറുത്ത പൂച്ച അവിടെ വന്ന് ഭയങ്കര ബഹളമാണ്. അയാൾക്ക് മനസ്സിലായി ഇത് ആ ദിവസം ഇത് വീട്ടിലെ പൂച്ചയാണ്, ഇതിനെക്കൊണ്ട് വലിയ ശല്യമാവും. അപ്പൊ അയാള് പറഞ്ഞു ഒരു കൊട്ട വേണം മൂടിയിടാൻ, പൂച്ചേനെ, കറുത്ത പൂച്ചേനെ മൂടിയിടാൻ വേണം കൊട്ട. അപ്പൊ അവരത് ആചാരമൊക്കെ എടുത്തു. അവസാനം ചാർത്തൊക്കെ എഴുതി. അദ്ദേഹം ഈ പൂച്ചയെ മൂടിയിടാനുള്ള ഒരു കൊട്ടയൊക്കെ മേടിച്ചു. നമ്മൾ പൂച്ചയെ മൂടിയിട്ടു. അപ്പൊ മകൻ ഇതൊക്കെ കാണുക. അവസാനം അച്ഛന്റെ കാലശേഷം മകനായി തന്ത്രി. അവൻ ഇതുപോലെ പിന്നെ ഈ പൂജാതി കാര്യങ്ങൾ കിട്ടുമ്പോൾ ചാർത്ത് എഴുതുമ്പോൾ ഒരു കാര്യം, ഒരു കൊട്ടയും ഒരു കറുത്ത പൂച്ചയും എഴുതി കൊടുക്കും. അതുപോലെയായി ഇത്ര എന്താ പറയാ, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, അതായത് സ്വത്വശുദ്ധിക്കും ചിത്തശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ദൃഢമാക്കി ആത്മാന്വേഷണത്തിന് വേണ്ടി മനസ്സിനെ നന്നാക്കേണ്ട കർമ്മങ്ങള് എഴുതി കൊടുത്തിട്ടപ്പോ അവസാനം പൂച്ചയും കറുത്ത പൂച്ചയും അതിനെ മൂടിയിടുന്ന കൊട്ടയും അവസാനം നമ്മുടെ ആചാരങ്ങളിലേക്ക് കടന്നു വന്നതാണ്. അതിന്റെ ശോഷണം ഉണ്ടായി. ഇവിടെയാണ് പ്രശ്നം. ഈ കാലഘട്ടം ഇങ്ങനെ ആയപ്പോഴാണ് വ്യാസഭഗവാൻ, അപ്പൊ ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യത്യാസം പറയുമ്പോൾ അത് ശ്രുതിയല്ല, അത് സ്മൃതിയാണ്. ഉപനിഷത്തുകളെല്ലാം ശ്രുതിയെന്നാ പറയാം, നേരിട്ട് ഋഷിമാർക്ക് വന്നതാണ്. സ്മൃതി എന്താ? സ്മൃതി വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. കാലഘട്ടത്തിനനുസരിച്ച് കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിൽ ഈ തത്വവിചാരത്തിന് വന്നിട്ടുണ്ടായിരുന്ന വ്യതിയാനങ്ങളെ മാറ്റി നേർവഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സ്മൃതികൾ എഴുതപ്പെട്ടത്. അപ്പോ ഗീത ഒരു സ്മൃതിയാണ്. അപ്പോൾ വ്യാസാചാര്യര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ഒരാവശ്യം എന്ന നിലയ്ക്കാണ് ഗീത രചിക്കപ്പെട്ടത് എന്ന് ചിന്മയസ്വാമി പറയുന്നുണ്ട്. അപ്പൊ പരമ്പരാഗത വിശ്വാസങ്ങൾ നിർജീവമാവുകയോ വികലമാക്കപ്പെടുകയോ വിരസമാക്കപ്പെടുകയോ കാലഹരണപ്പെടുകയോ ചെയ്തപ്പോ ആ സംസ്കാരത്തെ വീണ്ടെടുക്കുക, പോഷിപ്പിക്കാൻ പറ്റാതായപ്പോ വീണ്ടെടുക്കാൻ വേണ്ടി കാലഘട്ടത്തിനനുസരിച്ച്, താൻ ജീവിച്ച കാലഘട്ടത്തിനനുസരിച്ച് പുനരാഖ്യാനം നൽകുന്നതാണ് ഒരു തരത്തിൽ ഗീതയിലൂടെ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള ആത്മാവായിട്ടുള്ള ഒരു അധ്യായമായിട്ടാണ് അപ്പൊ കർമ്മയോഗം വരുന്നത്. കർമ്മയോഗം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ ശ്ലോകം വായിച്ചു അല്ലെ, ഈ ഘോരകർമ്മത്തിൽ എന്തിനാ എന്നെ കൊണ്ടിടുന്നതിന്റെ ആദ്യത്തെ ശ്ലോകം അർജുനൻ ചോദിക്കുമ്പോൾ 5ാമത്തെ ശ്ലോകത്തിലാണ് അതിന്റെ മറുപടി വരുന്നത്. കൃഷ്ണൻ ഇതിൽ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെ ക്രമമല്ലാത്ത രീതിയിൽ തന്നെ വായിക്കാനുള്ള ഉദ്ദേശത്തില. ഓക്കെ, പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടണം, എന്നിട്ട് പതുക്കെ ക്രമാനുഗതമായിട്ട് പോവുകയും ചെയ്യാം. 5ാമത്തെ ശ്ലോകത്തില് കൃഷ്ണൻ ഉത്തരത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു ശ്ലോകമാണ്. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ
കർമ്മ സർവ പ്രകൃതി ജൈർ ഗുണൈഹി കശ്ചിത് ജാതു. ആരും ഒരിക്കലും ക്ഷണമപി ക്ഷണനേരം പോലും അകർമ്മകൃത് കർമ്മം ചെയ്യാതെ തിഷ്ഠതി ഇരിക്കുന്നില്ല. പ്രകൃതി ജൈ ഗുണൈഹി പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങളിൽ സർവ അവശ എല്ലാവരും അസ്വതന്ത്രരായിട്ട് അവശ കർമ്മകാര്യത കർമ്മം ചെയ്യും. അപ്പൊ കർമ്മത്തിന് കാരകമായിട്ട് വ്യാസഭഗവാൻ ഭഗവത്ഗീതയിൽ ഒരു അധ്യായം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, ഗുണത്രയ വിഭാഗ യോഗം. അപ്പൊ അതിന്റെ പല ഭാഗത്തും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളിൽ പ്രകൃതി ഉണ്ടാക്കി വെച്ച ഗുണങ്ങളുണ്ട്, സത്വരജ തമോ ഗുണങ്ങളിൽ പ്രേരിതരായിട്ട് വാസന സഞ്ചയത്തിൽ നിന്ന് ആ വാസനകളാണ് അത്രേ നമ്മളെ ഈ കർമ്മത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. വാസനകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. നാരായണ ഗുരുവൊക്കെ പറയുന്നത് അത്തരം വാസനകളെ കരിച്ചു കളയണമെന്നാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ അഗ്നിഹോത്രാദി കർമ്മങ്ങളെ പോലെ ചെയ്തുകൊണ്ട് ചിത്തശുദ്ധിയിലേക്ക് വരിക. അപ്പൊ നമ്മൾ എന്താണോ ലക്ഷ്യം, ചിത്തശുദ്ധി എന്നുള്ള ലക്ഷ്യം മറന്നുകൊണ്ട് പൂച്ചയെ മൂടിയിടുക, കൊട്ട മേടിക്കുക, പിന്നെ ദ്രവ്യങ്ങൾ മേടിക്കുക, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതിലേക്ക് മാത്രം അധപ്പതിക്കുമ്പോഴാണ് ലക്ഷ്യം മറന്നുപോയി. അപ്പോൾ അവിടെയാണ് ഈ ഗീതയുടെ പ്രസക്തിയായിട്ട് വരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഈ 5ാമത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഉത്തരം എങ്ങനെയാ കൊടുക്കുന്നത്? അദ്ദേഹം 6ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. കൃഷ്ണൻ കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. കർമ്മേന്ദ്രിയാണി സംയമം ചെയ്തുകൊണ്ട് നിയന്ത്രിച്ച്, കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, മനസ്സ ആരാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ ഇന്ദ്രിയ വിഷയങ്ങളെ സ്മരണാസ്തേ ഓർത്തുകൊണ്ടിരിക്കുന്നത്, വിമൂഢാത്മാസ വിവേകം കെട്ട അവൻ മിഥ്യാചാര ഉച്ചതി മിഥ്യാചാരനായി പോകും. പറഞ്ഞാല് വാസനാസഞ്ചിതമായി പുറത്തേക്ക് വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ ലയിച്ചവൻ, അല്ലെ, ഓർത്തുകൊണ്ടിരിക്കുന്നവൻ വിവേകം കെട്ടവനായിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴാണ് നമുക്കത് കുറെ കൂടി ക്ലിയർ ആവുക. 42ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഞാനത് വായിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് ഇതിലുണ്ടാവും. ഇന്ദ്രിയാണി പരേണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഈ കർമ്മയോഗത്തില് 42. ഇന്ദ്രിയാണി പരേണ്യാഹു ഇന്ദ്രിയാണി പരേണ്യ ആഹു വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം എന്നുള്ളത് ഇവിടെ സൂക്ഷ്മം എന്ന് മനസ്സിലാക്കണം. സൂക്ഷ്മമാണ്. ബുദ്ധി ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധി. അതിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി. മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്നർത്ഥം. ആ ബുദ്ധേ ബുദ്ധേ പരതസ്തു സഹ. ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാകുന്നു ആത്മാവ്, സൂക്ഷ്മമാകുന്നു എന്നർത്ഥം. എന്താ പറഞ്ഞേ? ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് ഇന്ദ്രിയാണി പറയുന്ന ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമാണെന്ന് പറയുകയും ആ ഇന്ദ്രിയങ്ങളെ മനസ്സ് അതിനേക്കാൾ സൂക്ഷ്മമാണ്, ബുദ്ധി മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ്, ആ ബുദ്ധിയേക്കാളും സൂക്ഷ്മമാണ് ആത്മാവ്. ഓക്കെ. അപ്പോ അതെന്താ? ഒരു സാധകന് തൻ്റെ ആന്തരശത്രുവിന് കാമത്തെ വിജയകരമായി, വാസനാസഞ്ചിതമായ കർമ്മത്തെ വിജയകരമായി വേട്ടയാടി പിടിക്കാനുള്ള പൂർണ്ണമായ ഒരു ഉപായം ഈ ശ്ലോകത്തിലും അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ കർമ്മയോഗത്തിന്റെ
കാതലായിട്ടുള്ള 2 ശ്ലോകങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ വരിക്കുന്നത് ധ്യാനം എന്ന കല എങ്ങനെയാണ് ഈ സൂക്ഷ്മമായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം അതിൻ്റെ അപ്പുറത്തേക്ക് സൂക്ഷ്മ ആത്മാവിലേക്ക് കൊണ്ടുപോകുകയും അതിനെ ധ്യാനവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇതിലൂടെ അഹംബുദ്ധിയെ, ആ ധ്യാനത്തിലൂടെ അഹംബുദ്ധിയെ നേർപ്പിച്ചുകൊണ്ട്, നേർക്കുക ചെയ്യണം. അഹംബുദ്ധി നേർത്ത് വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് നേർത്ത് വരും. അവിടെയാണ് ഈ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അവിടെ ധ്യാനം അവിടെ വരുന്നത്. അപ്പോ അഹംബുദ്ധിയെ യഥാർത്ഥ ബുദ്ധിയായിട്ട് ലയിപ്പിക്കുക ചെയ്യണം ധ്യാനം കൊണ്ട്. ആത്മതത്വം, ഞാൻ ആത്മാവാകുന്നു, ഞാൻ ഈ പറയുന്ന ഞാനല്ല. അതാണ് താതാത്മ്യഭാവം. ബ്രഹ്മഗതി എന്ന് പറയുന്നത്, അതിൽ നിരന്തരമായി വർത്തിക്കുന്നത് ബ്രഹ്മഗതി എന്നാ പറയാം. ഈ സത്യത്തിന്റെ, അതാണ് ശ്രീകോവിൽ, അതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നതാണ് ധ്യാനം. ഇതിനെപ്പറ്റിയാണ് ഈ 2 ശ്ലോകങ്ങൾ. അത് ഉപനിഷത്തുകളിൽ പണ്ടേ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശീലിക്കപ്പെടുന്ന ധ്യാനം ഒരു സമ്പ്രദായമാണ്. ഭഗവത്ഗീതയിൽ പ്രത്യേകിച്ച് ആദ്യത്തെ ഏതാനും അധ്യായങ്ങളിൽ ധ്യാനത്തെക്കുറിച്ച് സമഗ്രമായ ഒരു വിവരണം നമുക്ക് പ്രതീക്ഷിച്ച് ആദ്യത്തെ അധ്യായത്തിൽ ഇല്ലെങ്കിലും ആത്മാന്വേഷണ പദ്ധതിയുടെ ഒരു ബാഹ്യ രൂപരേഖ ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ലോകത്തിലെ മറ്റു വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അവർ കർമ്മേന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. മനസ്സ് അതിലും വലിയ സാമ്രാജ്യം, അതിലും സൂക്ഷ്മ മനസ്സ് അല്ലെ. എവിടേക്കൊക്കെ എത്താൻ മനസ്സിന്. അതിൽ നിന്ന് ബുദ്ധി അതിൽ സൂക്ഷ്മമായി, ആ ബുദ്ധിയുടെ സൂക്ഷ്മതയിൽ നിന്ന് ആത്മാവെന്ന സൂക്ഷ്മതയിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിലേക്കുള്ള നമ്മുടെ ഞാനെന്ത് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. അതാണ് 42, 43 എത്തുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. ഏവം ബുദ്ധ്വേ പരം ബുദ്ധ്വാ സംസ്ഥാഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ. മഹാബാഹോ എന്ന് പറഞ്ഞാൽ മഹാപരാക്രമശാലിയായ അർജുന. ഏവം ബുദ്ധേ പരം, ഇങ്ങനെ ബുദ്ധിക്കും അതീതമായ സൂക്ഷ്മമായ ആത്മാനാം ബുദ്ധ, ആത്മാവിനെ അറിഞ്ഞിട്ട്, ആത്മാവിനെ കൊണ്ട്, ആത്മാനാം സംസ്ഥ, ആത്മാവിനെ കൊണ്ട് അറിഞ്ഞിട്ട്. അതാണ് അതിൻ്റെ ഒരു പാരഡോക്സ് ആയിട്ട് വരുന്നത്. ആത്മാവിനെ കൊണ്ട് അറിയാം. അത് പല ഭാഗത്തും ഗീതയിൽ വരുന്നുണ്ട് കേട്ടാ. വിവേക വിചാരയുക്തമായ ആത്മാവിനെ കൊണ്ട് അറിഞ്ഞുകൊണ്ട്, ആത്മാനാം സംസ്തഭ്യ, ആത്മാവിനെ നിശ്ചലമാക്കി, മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും നിവർത്തിപ്പിച്ച് പ്രവർത്തനരഹിതമാക്കി എന്നാണ്. അവിടെയാണ് ഈ അകർമ്മം എന്ന് പറയാം. കർമ്മത്തിലാണ്, പക്ഷെ അകർമ്മത്തിലുമാണ്. കാമരൂപം ദുരാസദം, അങ്ങനെ കാമരൂപിയും ദുർജയനുമായ ശത്രുവിനെ നശിപ്പിക്കുന്നത് അങ്ങനെയാണ്. വൃത്തിയായി 43 ശ്ലോകത്തില് ഉത്തരം കൊടുക്കുന്നുണ്ട് അർജുനന്റെ. 5 ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചു കൃഷ്ണൻ. 42ഉം 43ഉം കർമ്മയോഗത്തിന്റെ ശ്ലോകത്തിൽ എത്തുമ്പോൾ വളരെ വ്യക്തമായി ഒരു മനുഷ്യന്റെ ബോധശാസ്ത്രത്തെ കുറിച്ച് വ്യവച്ഛേദിച്ച് കൊണ്ടുവയ്ക്കുന്ന ഒരു അധ്യായമായിട്ടാണ് കർമ്മയോഗത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. അത് തന്നെയാണ് ആധുനിക സൈക്കോളജി ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പൊ ഇതിൽ ചെയ്യുന്ന വർക്കുകൾ എന്താണ്? നമ്മളൊരു ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എണ്ണി വാസനയുടെ പിറകിലേക്ക് പോയി, വാസനയുടെ എന്താ പറയാ ആധിക്യത്തില് ഇതിന്റെ കർമ്മങ്ങളിലേക്ക് എടുത്തു ചാടി അല്ലെ, ഞാനെന്നെണ്ണി അതിന്റെ ദുഃഖവും സുഖവും ഇതിലേക്ക് ഇങ്ങനെ എന്താ പറയാ ദുഃഖത്തില് ആസക്തനായി, സുഖത്തിൽ ആസക്തനായി ദുഃഖത്തില് ദുഃഖിച്ചു കൊണ്ടുപോകുന്ന കർമ്മങ്ങളെ സത്യമല്ലെന്നറിഞ്ഞിട്ട് സൂക്ഷ്മമായ ആത്മാവിലേക്ക് ബോധത്തെ ലയിപ്പിക്കുന്നു. അതാണ് ജയമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ഉപനിഷത്ത്, വേദ സൂത്രങ്ങൾ അല്ലെങ്കിൽ ബ്രഹ്മസൂത്രങ്ങളൊക്കെ അതിൻ്റെ ഒരു താക്കോലായിട്ടാണ് ഈ ഉത്തരം 43 ശ്ലോകം. അതിലാണ് ഈ കർമ്മയോഗത്തിന്റെ എന്താ പറയാ സെന്റർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ.
ഏറ്റവും അവസാനത്തെ ശ്ലോകമാണത്, 43 ശ്ലോകമാണത്. ഈ ശ്ലോകത്തോടെ 3-ാം അധ്യായത്തിലെ അവസാനിക്കുന്ന ശ്ലോകം എന്താ പറയുന്നത്? ആത്മജ്ഞാനം കൊണ്ടാണ് അജ്ഞാനം അവിദ്യ നശിക്കുകയുള്ളൂ. ആത്മജ്ഞാനമാണ് അതിന്റെ വിഷയം. അപ്പൊ ഭാരതം എടുത്തു കഴിഞ്ഞാൽ ആത്മജ്ഞാനത്തിന് വേണ്ടി ഞാൻ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നു, സ്വന്തം രാജ്യം, നമുക്കൊക്കെ രാജ്യം പോലും ഇല്ല അല്ലെ, രാജ്യം മൊത്തം ഉപേക്ഷിച്ച് എത്രയോ പേരുണ്ട്. ഇപ്പോ എത്രയോ ബുദ്ധൻ, പിന്നെ ബുദ്ധന് മുമ്പുള്ള ഋഷഭദേവൻ, അറിയില്ലേ? 24 ഗുരുപരമ്പരയുള്ള ചാക്രികമായി വരുന്ന 24 ഗുരുക്കന്മാർ. ഋഷഭദേവൻ ഇതുപോലൊരു രാജാവായിരുന്നു. അപ്പോ ആത്മജ്ഞാനം, അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടി, മോക്ഷേച്ഛയ്ക്ക് വേണ്ടി, ആത്മജ്ഞാനത്തിന് വേണ്ടി, ആത്മാന്വേഷണത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവരാണ്. അപ്പോൾ കൃത്യമായ ഉത്തരം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജഡ ഉപാധികളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം നമുക്ക് നമ്മിൽ തന്നെയുള്ള ദിവ്യതയെ ബോധിക്കാനാവില്ല. അവിടെയാണ് ഈ ആത്മാനിഷ്ഠമായി പോകുന്തോറും ദിവ്യമായ ലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞു അല്ലെ? നമുക്ക്, ഞാൻ പറഞ്ഞു 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കാലത്ത് യജ്ഞ ഹോമാദികളാണെങ്കിൽ അതിൽ നിന്നും അതിൻ്റെ ലക്ഷ്യമായിട്ടുള്ള ചിത്തശുദ്ധിയെ മറന്ന് ആചാരക്രമങ്ങളിലേക്ക് അധപതിച്ചു പോയപ്പോഴാണ് ഗീത വരുന്നത്. ഓക്കെ, അപ്പൊ 7-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ കാണാം, യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭ്യതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം ആസക്ത സവിശിഷ്യതേ. അർജുന, ഇന്ദ്രിയാണി മനസാ നിയമ്യ, ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് സവിശേഷം, ആ അനുഷ്ഠിക്കുന്നവൻ വിശിഷ്ടനാകും. ഇവിടെ ഊന്നി പറയുന്നത് എന്താ? കർമ്മത്തില് അകർമ്മം, വൈശിഷ്ട്യ കർമ്മങ്ങൾ എന്താ? വിശിഷ്ടമായ മനസ്സിലെ ചിത്തത്തെ ശുദ്ധീകരിക്കുന്ന എല്ലാം വിശിഷ്ട കർമ്മങ്ങളായിട്ടാണ്. അകർമ്മം എന്താ? അകർമ്മം കർമ്മം ചെയ്യുമ്പോഴും അതിൽ ആസക്തനാകാതെ, നൈഷ്ഠിക കാമം, നിഷ്കാമകർമ്മം എന്നൊക്കെ പറയാം. അതാണ് ഇപ്പൊ 7-ൽ പറയുന്നത്. അവനാണ് വിശിഷ്ടൻ, ആ വ്യക്തിയാണ് വൈശിഷ്ട്യമാക്കുന്നത്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി അർജുനനോട് ഇതിനിടയിൽ പറയേണ്ട ഒരു ശ്ലോകം കൂടി, അത് ഞാൻ പറഞ്ഞുതരാം. 35-ാമത്തെ ശ്ലോകം. 35-ാമത്തെ ശ്ലോകം വായിക്കുമ്പോഴാണ് അതിൻ്റെ ഈ കർമ്മയോഗത്തിൽ കൊണ്ടുവച്ചൊരു പാരഡോക്സ് നമുക്ക് മനസ്സിലാവുക. 35-ാം ശ്ലോകം ഞാൻ വായിക്കാം. ശ്രേയാൻ സ്വധർമ്മോ, വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം കൂടിയാണ് കേട്ടോ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വനുഷ്ഠിതാത്, നന്നായി അനുഷ്ഠിക്കപ്പെട്ട, അനുഷ്ഠിത, പരധർമ്മത്തെക്കാൾ, നന്നായി ചെയ്യുന്ന പരധർമ്മത്തെക്കാൾ വിഗുണം, ഗുണമില്ലാത്തതായാലും സ്വധർമ്മമാണ് ശ്രേഷ്ഠമായിരിക്കുന്നത്. അത്യധികം എന്താ സ്വധർമ്മം? ഇപ്പൊ അർജുനന്റെ കേസ് എടുക്കാം. അർജുനൻ ജനിച്ചത് രജോ ഗുണപ്രധാനമായിട്ടാണ്, വില്ലാളിയായിട്ടാണ്, ധനുർവിദ്യയാണ് അഭ്യസിച്ചിരിക്കുന്നത് അല്ലെ? ധർമ്മം എന്ന് പറയുന്നത് ലോകത്തിലെ ഏതൊന്നിനെ അതാക്കി നിലനിർത്തുന്നത് എന്തോ അതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ. എന്താ? ഒന്നിനെ അതാക്കി നിലനിർത്തുക, അതാണ് അതിന്റെ ധർമ്മം.
ഇപ്പൊ നമുക്ക് ഒരു സൂക്ഷ്മമായിട്ടുള്ള ആറ്റത്തിന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ കൃത്യമായ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നിശ്ചിതമാണ്, സുനിശ്ചിതമായിട്ടുള്ളൊരു ഏതോ ഒരു വൈൻഡ് ചെയ്ത പോലെ സ്വദേശതയിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ബാഹ്യമായിട്ട് നോക്കാം, സൗരയൂഥങ്ങളും ആകാശഗംഗയും അടങ്ങുന്ന അനന്ത പ്രപഞ്ചം എവിടെയോ വൈൻഡ് ചെയ്യപ്പെട്ട പോലെ ഒരു സ്വദേശതയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എല്ലാവരും സ്വധർമ്മത്തിലാണ്. ആരെങ്കിലും സ്വധർമ്മത്തിലല്ലാത്തതുണ്ടോ? അത് മനുഷ്യനാണ്. മനുഷ്യൻ എങ്ങനെയാ സ്വധർമ്മത്തില്? മനുഷ്യന് ഇവിടെ അവിദ്യ ബാധിച്ചിരിക്കുക. കാരണം അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം. അപ്പൊ ചിത്തവൃത്തിയെ ആത്മപ്രകാശത്തിൽ അറിയുന്ന ലോകത്തെ അഹങ്കാര ബുദ്ധി മനസ്സിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ കടന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വാസനാ സഞ്ചയത്തിന്റെ ഭാഗമായിരുന്ന കുഴപ്പങ്ങൾ, അതാണ് വിദ്യ. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, ലോകത്തെ മനസ്സിലാക്കുന്ന രീതിക്കാണ് കുഴപ്പം. അവിടെയാണ് മനുഷ്യന് മാത്രം എന്താ പറയാ വൈക്ലഭ്യം വരുന്നുണ്ട്. ചിന്താക്കുഴപ്പം മനുഷ്യന് മാത്രമേ വരുന്നുള്ളൂ. ഒരു ചെലന്തി എടുക്കാം ഉദാഹരണത്തിന്. ചെലന്തിയുടെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാ, അത് സ്കൂളിൽ പറഞ്ഞേക്കാറില്ല അതിനെ. ചെലന്തി ഓക്കെ മകളെ വരൂ, നമുക്ക് LKG പോകാം, അഡ്മിഷൻ കിട്ടില്ല, ഇതൊന്നുമില്ല. അമ്മ ക്ലേശിക്കാറുമില്ല, ടെൻഷൻ അടിക്കാറില്ല. അഡ്മിഷൻ കിട്ടുമോ, നല്ല സ്കൂൾ വേണം. അപ്പോഴേക്കും ആരാണ് ഇയാൾ എന്തൊക്കെയാ ചെയ്തു വെക്കേണ്ട പരധർമ്മത്തിലേക്കൊക്കെ നയിക്കില്ലേ കുട്ടികളെ. എൻ്റെ മകൻ ഇതാവണം മകൻ. കുട്ടിയുടെ വാസന വേറെയാവാം. ചെലന്തിക്കുട്ടി എന്താ ചെയ്യാം? ചെലന്തിക്കുട്ടി സ്കൂൾ ബാഗ് എടുത്ത് സ്കൂളിൽ പോവില്ല. അത് ജനിച്ച ഉടനെ നെയ്യാൻ തുടങ്ങും വല. അതിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. ഒരു പ്രേരണയാണ്, ആന്തരിക പ്രേരണയാൽ അതിങ്ങനെ കൃത്യമായ വല. എങ്ങാനുള്ള വലയൊന്നുമില്ല, എത്ര ഭംഗിയില്ല, അത് അതിൻ്റെ ഉള്ളിൽ ചെരുകി വെച്ചിട്ടുണ്ട് ദൈവം. പ്രകൃതി ചെരുകി വെച്ചിരിക്കുക ഇൻസ്റ്റിങ്ക്റ്റ്. ഇത് ഭംഗിയായിട്ട് വല നെയ്യാം, അതിനറിയാം. മനുഷ്യക്കുട്ടി അങ്ങനെയല്ല. മനുഷ്യനൊരു മിനിമം 23, 26, ഇപ്പൊ 27 വയസ്സ് വരെയെങ്കിലും ഇപ്പൊ PG ഒക്കെ എടുത്ത് പിന്നെ PhD എടുത്താലാണ് ഇതിന് ജോലി കിട്ടുക. എന്നിട്ട് സ്വധർമ്മത്തെ കുറിച്ചൊരു ബോധ്യം നമുക്ക് വരുന്നു. എന്താ എന്റെ വർക്ക്? അങ്ങനെ ദൂഷിതമായിരിക്കുകയാണ് സമൂഹം. അവിടെയാണ് അർജുനനെ ബോധിപ്പിക്കുന്നത്, അർജുന നീ രജോ ഗുണപ്രധാനമായിട്ട് ജനിച്ചവനാണ്, നിന്റെ വാസനാ സഞ്ചയം അതാണ്, നീ അഭ്യസിച്ചത് ഇതാണ്, നിന്റെ ധർമ്മം ഇതാണ്. അപ്പൊ ധർമ്മത്തിന് മനസ്സിലാക്കേണ്ടത്, കർമ്മത്തെ മനസ്സിലാക്കേണ്ടത് ധർമ്മത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. ലോകത്തിലുള്ള ഏതൊന്നിനെയും അതാക്കി നിലനിർത്തുന്നതാണ് എന്നതെന്തോ അതാണ് ധർമ്മം. അപ്പൊ പിന്നെ കർമ്മത്തിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരാളുടെ ചിന്തകളുടെ ഗുണനിലവാരമാണ് അയാളുടെ വ്യക്തിത്വം, അല്ലേ? ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനുഷ്യന് മാത്രമാണ് ഈ ഒരു ചിന്താക്കുഴപ്പം വരാറ്. സ്വധർമ്മവും പരധർമ്മവും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വ്യാസഭഗവാൻ ഈ ചോദ്യോത്തരത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ട് പദങ്ങളും ഒരുപക്ഷെ കർമ്മത്തെയും ധർമ്മത്തെയും വ്യാഖ്യാനിച്ചു തുടങ്ങി വൈദിക കാലഘട്ടങ്ങളിൽ നിന്ന് മാറി ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ചിത്തശുദ്ധി, വ്യക്തിശുദ്ധി എന്നൊന്ന് മാറി ആചാരങ്ങളിലേക്ക്, കെട്ടുപാടുകളിലേക്കും പോയപ്പോഴാണ് വീണ്ടും ഡെഫിനിഷനായിട്ട് വന്നിരിക്കുന്നത് സ്വധർമ്മവും പരധർമ്മവും. അത് പറഞ്ഞത് എന്താ? ശ്രേയാണ്. സ്വധർമ്മോ വിഗുണ പരധർമാ സുനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മവും ഭയാവഹം. പരധർമ്മം ഭയാവഹമാണ്. ഇപ്പൊ ജനനം ഒരു യാദൃശ്യത്വം കൊണ്ട് ഒരാളിൽ വന്നു ചേരുന്ന ഒരു തൊഴിലല്ല സ്വധർമ്മം. ഇപ്പൊ പണ്ടത്തൊക്കെ നോക്കുമ്പോ ഈ കർമ്മം വന്നിട്ടുള്ളത് ഗുണത്രയങ്ങളിലൂടെയാണ്. ആ ഗുണത്രയ വിഭാഗ യോഗം വേറെ അധ്യായത്തിൽ വിശദമായി പരാമർശിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ അത്ര ആഴത്തിലേക്ക് സ്പർശിക്കുന്നില്ല. അപ്പോ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത്, വർണ്ണം എന്ന് പറഞ്ഞാൽ വർണ്ണം പ്രകാശം അല്ലെ? എങ്ങനെയുണ്ടാവുക? ഒരു ഊർജം
ഊർജത്തിന്റെ സംഘാതം, ഊർജത്തിനൊരു സൈക്ലിക്കലായിട്ടാണ് ഊർജം സഞ്ചരിക്കുക. ഊർജത്തിന്റെ പ്രവാഹ ഗതിയും അതിന്റെ സ്പീഡിനനുസരിച്ച് കളറ് മാറും, വർണ്ണങ്ങൾ മാറും അല്ലെ. അപ്പോ ഈ സംഗീത രത്നാകരം എന്ന് പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ട് സാരംഗദേവന്റെ. അതിൽ ഭ്രൂണശാസ്ത്രത്തിൽ നിന്നാണ് അദ്ദേഹം സംഗീതം തുടങ്ങുന്നത്. വർണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പൂർവ സംസ്കാരിക വാസനാസഞ്ചിതമായിട്ടുള്ള ഒരു ശരീരത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന് ചേരേണ്ടുന്നതായിട്ടുള്ള ചർച്ചകളെ മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു എന്താ പറയാ എംബ്രയോളജി, ഭ്രൂണശാസ്ത്രത്തില് വർണ്ണങ്ങളുടെ രീതി വരുന്നത്. നമുക്കത് പിന്നീട് അതിലേക്കൊക്കെ പോകാം. അപ്പോ വാസനകളുടെ തരം എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജനിച്ച പൂർവജന്മ കർമ്മ വാസനകളിൽ നിന്നുണ്ടായിട്ടുള്ള ഗുണത്രയങ്ങൾ. ഗുണം സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കില്ല, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവച്ചിട്ടുള്ളത്. സാത്വികം എല്ലാവരിലും അത് എല്ലാം കലർന്നിരിക്കുക. അപ്പൊ രാത്രി ഉറങ്ങുന്നത് നമുക്ക് താമസികമായ ഗുണം തന്നെയാണ് അല്ലെ. ഉറക്കത്തിലും ഉണർവുണ്ടാകുന്നത് സാത്വിക ഗുണം ആണ്. അത് ഇടകലർന്നിട്ടാണ്. അതിന് ഇതിലാണോ മേൽക്കൈ? ഇപ്പൊ നമ്മളിലൊക്കെ ആധുനിക കാലത്ത് നമുക്കൊക്കെ രജോഗുണം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് കർമ്മത്തിന് വേണ്ടി നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു, അനന്തമായി കർമ്മങ്ങൾ ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വർണ്ണാശ്രമം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു തൊഴിലുകൾ അന്നുണ്ടായിരുന്നു. രജോ ഗുണ പ്രധാനമുള്ള ഒരു യുദ്ധം ചെയ്യാനും ധർമ്മത്തെ സംരക്ഷിക്കാനും ഇറങ്ങി രാജാക്കന്മാര്, എന്താ പറയാ, സാത്വികമായി ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാര്, അവരെ രക്ഷിക്കാനാണ് അവര് വരിക, പടയാളികൾ. അങ്ങനെയാണ് ഈ വർണ്ണങ്ങൾ ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്തു പോയിരിക്കുകയാണ്. ആധുനിക കാലത്ത് ഇതൊരു വർണ്ണസങ്കരം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ സ്വന്തം ധർമ്മത്തെ, ഇവിടെ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ധ്യാനിക്കുക അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സാധന സമ്പ്രദായങ്ങൾ പോകുന്നവർക്ക് നമ്മുടെ ധർമ്മം ആത്മാവിനെ അറിയുന്നത് തന്നെയാണ് ഒരു ഏറ്റവും വൈശിഷ്ട്യമായിരിക്കുന്നതാണ് എൻ്റെ എളിയ അഭിപ്രായം. നമ്മുടെ ആത്മാവിനെ അറിയുന്നതാണ് നമ്മുടെ ധർമ്മം. ഓക്കെ, അത് പറഞ്ഞു വയ്ക്കാൻ കുറച്ച് എളുപ്പവും കോംപ്ലിക്കേറ്റഡുമാണ്. ഈ ശ്ലോകത്തിലെ സന്ദേശം എന്ന് പറഞ്ഞാൽ, ജനനാൽ തന്നെ ക്ഷത്രിയൻ, ആയോധന കലയിൽ പ്രവീണൻ, വീരപരാക്രമനാണ്. അപ്രകാരമുള്ള അർജുനൻ സ്വധർമ്മം സ്വാഭാവികമായി യോദ്ധാവിൻ്റെതാണ്. ആ യോദ്ധാവിൻ്റെതായിട്ടുള്ള ധർമ്മത്തെ മറന്നുകൊണ്ട് സന്യാസത്തിനെ കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ എന്താ പ്രശ്നം? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് അർജുനൻ പറഞ്ഞ സന്യാസ ജീവിതം ശ്രേഷ്ഠം എന്നങ്ങ് പറഞ്ഞല്ലോ. അവിടെയാണ് നമുക്ക് ഗീതയെ മനസ്സിലാക്കുന്നത്. സന്യാസ ജീവിതം ശ്രേഷ്ഠം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ഈ 35-ാമത്തെ ശ്ലോകവുമായി ബന്ധിപ്പിച്ച് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. എന്നുവെച്ചാൽ പരധർമ്മത്തെ ചെയ്തുകൊണ്ടുള്ളതല്ല. സന്യാസിക്ക് സന്യാസം ഓക്കെ, അല്ലെങ്കിൽ ആ ലക്ഷണമുള്ളവന്, അല്ലെങ്കിൽ ആ വാസനാ സഞ്ചയമുള്ളവന് അത് ഓക്കെ. അർജുനന്റെ ധർമ്മം അതല്ല. അർജുനന്റെ യുദ്ധം ചെയ്യല, യോദ്ധാവായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. തന്റെ വിദ്യാഭ്യാസം ചെയ്തതാ. അപ്പോ അവിടെ ഈ രീതി തെറ്റാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നിന്ന് സ്വന്തം സ്വധർമ്മം മറന്ന് സന്യാസത്തിലേക്ക് ഓടിപ്പോകലല്ല ധർമ്മം എന്ന് പറയുമ്പോഴാണ് ഗീതയെക്കുറിച്ചുള്ള എന്താ പറയുക ഈ രണ്ടാമത്തെ കർമ്മയോഗത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ വളരെ വിവാദമായിട്ട് തോന്നുന്ന ഒരു ശ്ലോകം കൂടിയാണത്. പണ്ഡിതന്മാര് അർത്ഥത്തെക്കാളേറെ അനർത്ഥമാണ് ഇതെന്ന് കൽപ്പിക്കുന്നത് ഒന്നുണ്ട്. ഇതിലെ വാക്കുകളെ ചൊല്ലി ആശയക്കുഴപ്പം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എന്നാൽ വ്യാഖ്യാതാക്കൾ തങ്ങളുടെ സ്വന്തം ആശയങ്ങളെ ശാസ്ത്രങ്ങളിൽ ചേർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ഒരുപക്ഷെ വ്യാഖ്യാനത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും സങ്കീർണതകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശ്ലോകമാണ് നമ്മളിപ്പോ ഇന്ന് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അപ്പൊ ഒരു ശ്ലോകം കൂടി ഞാൻ പറയാം. അർജുനന്റെ ഒരു ചോദ്യം 35-ാമത്തെ ഇത് കേട്ടിട്ട് അർജുനൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ വൈശിഷ്ട്യമായ ചോദ്യമാണ്. അർജുന വാച 36 അഥകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. വാർഷ്ണേയ, അല്ലയോ വൃഷ്ണികുലജാതനായ കൃഷ്ണ, അഥ അയം പുരുഷ, ഈ മനുഷ്യൻ അനിച്ഛനപി, ഇച്ഛിക്കാതിരുന്നിട്ട് പോലും, കേനപ്രയുക്തം, ആരാൽ പ്രേരിതനായിട്ടാണോ, ബലാത് നിയോജിത യുവ, ബലം പ്രയോഗിക്കുന്നത് പോലെ പാപം ചെയ്യുന്നത്, പാപം ചരതി. നല്ലൊരു ചോദ്യമാണ് അല്ലേ? അറിയാതെ നമ്മളിങ്ങനെ പാപം ചെയ്യുന്നത് അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നാലും. വളരെ വ്യക്തമായ ചോദ്യമാണ്. ഉത്തരം 37 ഭഗവാൻ പറയുന്നു, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യോനമിഹ വൈരിണം. ഏഷ, അത് ആ വിനാശകാരി, രജോ ഗുണ സമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്നുണ്ടായതും, മഹാശന, ആർത്തി തീരാത്തത് ഭക്ഷിച്ചിട്ടും, മഹാപാപ്മാ കാമ, പാപസ്വഭാവ്യമായ കാമമാണ്. ഏഷ ക്രോധ, ഇത് ക്രോധമാകുന്നു. ഏനം, ഇതിനെ, ഇഹ, ഇവിടെ, വൈരിണം വിത്തി, ശത്രു എന്നറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഏഷക്കാമ ഏഷക്രോധ, ഇത് കാമമാണ്, ഇത് ക്രോധമാണ്. ഈ ഉള്ളിലെ ചെകുത്താനെ ഇവിടെ കാമം എന്ന് വിളിച്ചിരിക്കുന്നു. ഇവിടെ പല ഭാഗത്തും കാമം എന്ന് വാക്കുന്നുണ്ട്. കാമം ഇവിടെ സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റൽ മീനിങ്സ് ഉണ്ട്. ഓരോ കോണ്ടെക്സ്റ്റിലും അതിന്റെ അർത്ഥങ്ങൾ മാറാം കേട്ടോ. ഇവിടുത്തെ അർത്ഥം കാമം വേറെ പല ഭാഗത്തും പല അർത്ഥത്തിൽ പറയുന്നു കേട്ടോ. അതിനെടുക്കരുത്. ഇവിടെ ഉള്ളിലുള്ള ചെകുത്താൻ എന്ന് പറയാം. ബുദ്ധിതലത്തിൽ അവിദ്യ എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ. ഇപ്രകാരം ഏതെങ്കിലും ഒരു പദാർത്ഥത്തിന് നേരെ അത് സ്വന്തമാക്കണമെന്നോ തുടർച്ചയായി ഒഴുകുന്നതിന് ആ ഒരു ആഗ്രഹത്തെ ആണ് കാമം എന്ന് പറയുന്നത്. അത് ക്രോധവുമായിട്ട് പോകുമ്പോൾ, അത് വേറെ ശ്ലോകത്തിൽ വരുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമാനുഗതമായിട്ട് കാമം, ക്രോധം, ലോഭം, മോഹമൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അത് അന്ധമറ്റ പാപസന്തതികളും നമ്മുടെ വ്യാമോഹ ബുദ്ധിയുടെ ചെളിക്കൂട്ടിൽ പെറ്റുപെരുകുന്നു. ഒരു സന്തതികളായിട്ടാണ് അന്ധകൂടി ചിന്തകളാണ് ഇങ്ങനെ വരുന്നത്. അവയുടെ അധീനത്തിലിരുന്ന് ഇരിക്കുന്നതിനെയാണ് അവിദ്യ എന്ന് പറയുക. അവയെ കീഴടക്കുന്നതിനെയാണ് പൂർണ്ണത. അപ്പൊ കർമ്മത്തിലെ കൊണ്ടുവച്ചുകൊണ്ട് ഒരു തരത്തില് എങ്ങനെ കർമ്മത്തെ നിഷേധിക്കാം എന്നുള്ള വിരുദ്ധാത്മകമായൊരു തത്വമാണ് ഇവിടെ 2-ാമത്തെ ശ്ലോകത്തില് അസഭഗവാൻ ഈ ഒരു പശ്ചാത്തലം ഒരുക്കി കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ചോദ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. ചോദ്യങ്ങൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പണ്ഡിതനൊന്നുമല്ല. എന്റെ അനുഭവത്തിന്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയാം. അല്ല അനീഷ് സർ? ഇനി ഇവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. റിഫ്ലക്ട് ചെയ്യൂട്ടോ. അതിനെ കുറിച്ച് ആവണമെന്നില്ല. ഓക്കെ, പ്ലീസ്. ആൾക്കാരൊക്കെ പോയോ? വീഡിയോ ഒക്കെ മൂടി വെച്ച് അതവിടെ ഉണ്ടോ? ശബ്ദമൊന്നും കേൾക്കാണ്ടില്ലല്ലോ. ആരെങ്കിലൊക്കെ മൈക്കൊന്ന് തുറക്കോ? ആ ആ ആ ഓക്കെ. ഇനി എല്ലാവരും ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയൂ പ്ലീസ്. അനീഷ് ഭായ് അവിടെ ഉണ്ടോ? ആ സർ. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിക്കോട്ടെ സാറേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞങ്ങള് രണ്ടാളും കേട്ടാ. കേട്ടില്ല. ഞാനും എന്റെ ഞങ്ങള് സന്തോഷം. രണ്ടുപേരും അല്ലേ? വെരി ഗുഡ്.
എന്തായാലും ചോദിക്കാട്ടോ ചോദിക്കാട്ടോ. ചോദിക്കാൻ കഴിഞ്ഞ ആഴ്ച പറയാൻ ശ്ലോകം ഇത് കഴിഞ്ഞ കർമ്മയുടെ ന കർമ്മണാരംഭ പുരുഷോ അസ്നുതേ. അതൊന്നുകൂടി പറഞ്ഞുതരും. ശ്ലോകം അത് അധ്യായം നാലാമത്തെ ശ്ലോക കർമ്മയുഗത്തിലുള്ളത് അല്ലേ? നാലാമത്തെ ശ്ലോകം. ഒരു മിനിറ്റ് കേട്ടോ. കർമ്മയുഗത്തിലെ നാലാമത്തെ ശ്ലോകം. ന കർമ്മണ. ഓക്കെ. ന കർമ്മണ മനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ് സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അതിന്റെ അന്വയം നോക്കാം. പിന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ അന്വയം എടുത്തു നോക്കിയാൽ മതി. കർമ്മണം അനാരംഭാത്. ഞാനത് വായിച്ചിട്ടില്ല അല്ലെ. കർമ്മം ഒന്നും ചെയ്യാൻ തുടങ്ങുന്നില്ല എന്നതുകൊണ്ട് മനുഷ്യൻ നൈഷ്കർമ്മ്യം ന അശ്നുതേ. കർമ്മം ചെയ്യാത്തത് കൊണ്ട് നൈഷ്കർമ്മ്യകാണെന്ന് പറയാൻ പറ്റില്ല. അത്ര നിഷ്കാമകർമ്മം നമ്മൾ വെറുതെ ഇരിക്കലല്ല. ഭയങ്കര ശക്തമായൊരു മെസ്സേജാണ്. നമ്മളൊന്നും ചെയ്യാതെ ഉപേക്ഷിച്ച് ഒരു കർമ്മവും ചെയ്യാതിരിക്കുക എന്നൊരു ഭയങ്കര വിശിഷ്ടനായിട്ട് നമ്മൾ പറയാം. നിഷ്കാമ കർമ്മമാണ് ചെയ്യുന്നത്. എല്ലാം വിട്ടുകൊടുത്തിരിക്കുക. ശക്തമായിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. അത് നിഷ്കാമ കർമ്മമല്ല. സന്യാസനാദേവ. കർമ്മങ്ങളെ ത്യജിച്ചു എന്നതുകൊണ്ട് ഇല്ല, കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് സിദ്ധിം ന സമധിഗച്ഛതി. സിദ്ധിയെ പ്രാപിക്കുന്നുമില്ല. വളരെ കൃത്യമായിട്ടാണ് കർമ്മത്തെ ഇവിടെ ഒരു തരത്തില് കർമ്മത്തെ ഉയർത്തി പറയുന്നത്. കർമ്മം ചെയ്യാതിരിക്കലല്ല, അത് നിഷ്കർമ്മ്യ കർമ്മവുമല്ല, ത്യജിക്കലുമല്ല, അത് സിദ്ധിയുമല്ല എന്നാണ് അതിൻ്റെ അന്വയ അർത്ഥം വരുന്നത്. അപ്പോൾ നൈഷ്കർമ്മ്യ സിദ്ധിയെക്കുറിച്ചും മഹാഭാരതത്തിൽ പറയുന്നത് ഞാൻ നരന്മാർക്കും ഉണ്ടാവും. ശാന്തി പർവ്വത്തിൽ പറയുന്നുണ്ട് അത്ര. ജ്ഞാനം നരന്മാർക്കുണ്ടാകും, പാപകർമ്മക്ഷയത്തിനാൽ കണ്ണാടിയിൽ പോലെ തന്നിൽ തന്നെ താൻ കണ്ടിടും എന്നൊക്കെ പറയുന്നത്. ഞാനുണ്ടാവും, പാപകർമ്മക്ഷയത്തിനാലാണ് ഞാനുണ്ടാവും എന്ന് പറയുന്നത്. ഓക്കെ. അതിനാൽ പൂർവ്വകർമ്മങ്ങളുടെ ഫലമായി സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള വാസനാമാലിന്യങ്ങളെ നമുക്ക് തീർത്തും നിർമാർജനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് കർമ്മത്തിൽ കൂടെ തന്നെയാണ് വാസനാമാലിന്യങ്ങളെ നിർമാർജനം ചെയ്യാൻ പറ്റുക. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച ഒരു ശ്ലോകം കൂടിയാണ്. പലരും കേട്ടിട്ടില്ലേ? കർമ്മത്തിൽ നിന്ന് മാറിയിരിക്കുക, സന്യസിക്കുക. ശ്രീനിവാസന്റെ ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ? ഒളിച്ചോടുക അല്ലെ? ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നിരന്തര കർമ്മം, സ്വധർമ്മം. ആ ശ്ലോകം അതുകൊണ്ട് ഞാൻ ചിലത് സെലക്ട് ചെയ്ത് വായിച്ചത്. പരധർമ്മം ഭയാവഹമാണ്. പരധർമ്മം അല്ല ചെയ്യേണ്ടത്. സ്വന്തം നമ്മൾ ജനിച്ച, നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ വാസനകൾ, നമ്മുടെ ഗുണത്രയ, നമ്മുടെ വാസന ഏതാണ്, ചേർന്നത് ഏതാണ്, ആ ധർമ്മത്തെ മനസ്സിലാക്കി ആ കർമ്മം ചെയ്തുകൊണ്ട് പോകണം. അതാണ് വാസനക്ഷയം ഉണ്ടാക്കുക. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ചിന്താക്കുഴപ്പമുണ്ടാക്കും നൈഷ്കർമ്മ്യ സ്ഥിതി എന്ന് പറയുന്നത്. ആത്മാവ് എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പരിപൂർണരാണെന്ന് അർത്ഥം. ആ ആത്മഭാവത്തെ കുറിച്ചുള്ള ജ്ഞത, അതിനെയാണ് അവിദ്യ എന്ന് പറയാം. ആത്മഭാവത്തിൽ നിന്ന് നോക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി മിഴിവുണ്ടാവും.